എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്നും പാക്കിംഗ് കേസായിട്ട് അങ്ങനെ ബോംബെയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ലോഡ് ഇറക്കാൻ പോരാവില്ലേ. അപ്പോൾ ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്താണ് ലോഡ് ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കിടന്നുറങ്ങി. അപ്പോൾ നമുക്ക് രാവിലെ ലോഡ് ഇറക്കേണ്ട അടുത്തോട്ട് പോവാം. പണിക്കാരൊക്കെ വന്നു. പോട്ടെ പോട്ടെ പൊക്കട്ടെ 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 ഇച്ചിരി പൊക്കട്ടെ. ആ തിരിച്ചുപിടി, ഇങ്ങോട്ട് പോട്ടെ. മതി 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 മതി. ഇതിൻ്റെ ഈ ഗോഡൗണിൻ്റെ അപ്പുറത്തെ സൈഡാണെന്നാണ് പറഞ്ഞത്. ഓ, ഇവിടെ തന്നെയാണ്. ആ, ഇത് വെയർ ഹൗസാണ്. എന്താ ഓരോരോ ഗോഡൗണുകളാണ് മൊത്തം. ചെറുവണ്ടികളാണ് പിന്നെ കൂടുതലും. ഇവിടുന്ന് വലിയ വണ്ടിക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ചെറിയ വണ്ടിക്ക് ബാക്കി സ്ഥലങ്ങളിലോട്ടൊക്കെ കൊണ്ടുവന്ന് ടൗണിലേക്കൊക്കെ കൊണ്ടുവന്നായിരിക്കും. അപ്പോൾ പുത്തേ ട്രാവലോങ്ങിൻ്റെ അച്ഛനും മക്കളും കൂടെയുള്ള മുംബൈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എല്ലാം ഒരു ഗുണമുണ്ട്, നല്ല ഇങ്ങനെ പുതിയതായിട്ട് പണിതേക്കുന്ന വെയർ ഹൗസ് ആയതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അല്ലെങ്കിൽ മഴയും കൂടെ പെയ്ത് കുളമായി കിടക്കായിരിക്കും, ചേളിയായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊന്ന് പോയത്. ആ പൊന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? നല്ല മഴയായിരുന്നു രാവിലെ. നല്ല മഴയായിരുന്നു. ഒന്നും അറിഞ്ഞില്ലായിരിക്കും. ഞാൻ ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന പോലെ പേര് മഴ. അതെ, പടുത കഴിക്കണ ഇപ്പൊ മഴ പെയ്താൽ നനയേണ്ടി വരുമല്ലോ. നമ്മളിതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് പോയി കിടന്ന്. ആ ലൊക്കേഷൻ അവരിട്ടിരുന്ന ലൊക്കേഷൻ ഇതാ. ഈ ലൊക്കേഷൻ നോക്കിയാൽ അതാ കറക്റ്റ് കിട്ടത്തില്ല. ആ ഈ ഗോഡൗണ് എനിക്കൊന്ന് അതിനകത്ത് കയറ്റിയിടാം. നേരെ പോട്ടെ 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 പോട്ടെ. നോക്കണം, ബാക്കി നോക്ക്. മതിയാ പോരാ. അപ്പോൾ നമ്മളെ ഗോഡൗൺ തുറന്ന് വരുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് വണ്ടി കയറ്റിയിടാം. അതുകൊണ്ട് മഴ ഒരു പ്രശ്നമല്ല. ആ തിരിച്ച് ഫുള്ളടിച്ചോ. പുറകോട്ട് പോട്ടെ. നേരെ പോട്ടെ നേരെ പോട്ടെ 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 പോട്ടെ. ഈ സൈഡ് നോക്കി അങ്ങ് വെക്കും. ഇച്ചിരി ഇങ്ങോട്ട് കയറുന്നു. ഒത്തിരി ഓടിക്കണ്ട. ആ നേരെ പോയാൽ മതി, നേരെ പോയാൽ മതി. പോട്ടെ 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 പൊക്കട്ടെ പൊക്കട്ടെ. ഒത്തിരി ഓടിക്കണ്ട, നേരെ പോട്ടെ നേരെ പോട്ടെ. ആ സൈഡ് ചേർന്ന് നിൽക്കണ്ട, ആ സൈഡ് പോട്ടെ. പൊക്കട്ടെ പൊക്കട്ടെ പോട്ടെ. ആ അങ്ങനെ പോട്ടെ. പിന്നെ വേണേൽ മുന്നോട്ടെടുത്ത് ചേർക്കാം. പോട്ടെ. ആ പോട്ടെ 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 പൊക്കട്ടെ പൊക്കട്ടെ പൊക്കട്ടെ. നേരെ ആക്കി നേരെ ആക്കി നേരെ ആക്കി. പോട്ടെ പോട്ടെ നേരെ ആക്ക്. ലെഫ്റ്റ് ലെഫ്റ്റ്. ഇപ്പോഴേ ഇവിടെ ഇട്ട് പടുത അഴിച്ചിട്ട് ഇങ്ങോട്ട് ചേർത്തിടാം. കൂടെ കയറണോ? മോളിൽ കയറണ്ട, അഴിച്ചുവിട്ടാൽ മതി. അഴിച്ചുവിടാൻ അറിയോ? ആ, അഴിച്ചുവിടാൻ അറിയാം. പടുത അഴിക്കാൻ അറിയാം. കേട്ടാൽ കറക്റ്റിന് ചെയ്തു തരാം. വേണം മടക്കി വെച്ചും തരാം. മടക്കിയൊക്കെ വെക്കണ ഇച്ചിരി പണിയുണ്ട്. മേളിലോട്ട് കയറിയേക്കാം. പിച്ചെ 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 പിച്ചെ. നമ്മൾ കൊണ്ടുവരുന്ന റബ്ബർ പല കണ്ടോ എന്താ ചെയ്യുന്നതിന്? ഇതുപോലെ ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടോ? വലിയ ഓടാണോ അല്ലേ? ആ വലിയ ഓടാണ്. കയറ ഞാൻ ചുറ്റി വെച്ചോളാന്ന്. കയറ് ചുറ്റൊക്കെ അറിയാം. എന്നാ ചുറ്റിക്കോ. കിളീനെ പഠിപ്പിക്കുകയാണോ? കിളിക്ക് ആദ്യം ഇത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ആദ്യം ഈ പ്രാക്ടീസ് ആയതുകൊണ്ട് ആദ്യം ഇതൊക്കെ പറഞ്ഞ് കാണിച്ചു തരും, പിന്നെ തന്നെ ചെയ്യുന്നത്. കയറിവിടെ നല്ലപോലെ ഒതുക്കിയിട്ടില്ലെങ്കിലേ ഇങ്ങനെ അടച്ചു വെക്കാൻ ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് പടുത പിന്നെ കൊള്ളാതെ വരും. ഇതിനകത്ത് മടക്കി വരുമ്പോൾ കയറും പടുതയൊക്കെ നല്ലപോലെ മടക്കിയെടുക്കണം. ഇപ്പോഴേ കയറെല്ലാം മടക്കി തീർന്നു. ഇതുണ്ടോ, ഇതുപോലെ ഒതുക്കി മടക്കി വെക്കണം, എന്നാലേ ഇവിടെ പടുത ഇടാൻ പറ്റുള്ളൂ. ഇനി ഈ ഏരിയയിൽ പടുത ഇടണം. ആ 2 പടുത ഉണ്ട്, അത് നല്ലപോലെ മടക്കി എടുത്ത് ഇവിടെ ഇടണം, ഇല്ലെങ്കിൽ കൊള്ളത്തില്ല. സാധാരണ കാരിയറിൻ്റെ ഓപ്പൺ ആയിട്ടാണല്ലോ എല്ലാം പണിയാറുള്ളത്. നമ്മളിപ്പോൾ ഇതിങ്ങനെ അടച്ച് പണിതേക്കുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. ഈ ബോംബെയിലൊക്കെ കള്ളന്മാരുടെ ഏരിയ ഒക്കെ ഉണ്ട്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മോളിൽ കയറിയിട്ട് പടുതയൊക്കെ എടുത്തോണ്ട് പോകും. അതുപോലെ കിടന്ന് ഉറങ്ങുന്ന സ്ഥലങ്ങളിൽ ഒക്കെ. ഇത് പിന്നെ അങ്ങനെ കുഴപ്പമില്ല, അതാ ഇങ്ങനെ പണിതേക്കുന്നത്. ഇപ്പോൾ പടുത മടക്കാം. വെള്ളം കളയണ്ടേ? വെള്ളം ഇങ്ങനെ മടക്കി വരുമ്പോൾ അങ്ങ് പൊക്കോളും. ഇതേ പടുതായെ നമുക്ക് 3 മടക്കാം. 3 അങ്ങോട്ട് പൊക്കി വിടാം, വെള്ളം അങ്ങ് പൊക്കോളൂ. വെള്ളം ആയതുകൊണ്ട് തെന്നുന്നു. ആ തെന്നുകയും ചെയ്യും മോളി.
അത് ടൈറ്റാക്കി മടക്കണേ, ആ അല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കുകയില്ല. പിന്നെ ഇതൊന്നും പടുതാന്ന് കഴിഞ്ഞാൽ അതിനാൾ ഇടേണ്ടി വരികയല്ലോ, ഇനിയെല്ലാം കണ്ടെയ്നറാവും, കണ്ടെയ്നറുകളാവും. അപ്പോൾ പിന്നെ ഈ പാടൊന്നുമില്ല. ഇതൊന്നും വലിയ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി കണ്ടെയ്നർ ഇത് പഠിക്കേണ്ട കാര്യമില്ല, ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കെട്ടാനല്ലല്ലോ പഠിക്കണം, കെട്ടാനും കയറഴിക്കാനും ഒക്കെ പഠിക്കാനുണ്ട്. കയറഴിക്കാൻ പഠിച്ചു ഞാൻ, കുറച്ച് ഇപ്പോൾ താഴെ നിന്ന് അയച്ചായിരുന്നു. പടുത മടക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇന്നാളെ പഠിക്കാനുണ്ട്. അരുണാചല് പോയപ്പോൾ പടുത മടക്കി ഓർക്കുന്നുണ്ടോ? അത് സുഖമായിരുന്നു, വലിയ ഗ്രൗണ്ടിൽ ഇട്ട് നല്ല താഴെ ഇറക്കി. പക്ഷേ മോളിൽ വെച്ച് മടക്കുന്നുണ്ടല്ലോ, ഈ താഴെ ഇറക്കിയിട്ടാൽ പിന്നെ ഇത് ചുമന്ന് കയറ്റണ്ടേ. ഇപ്പോൾ പടുത മടക്കി കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് ക്യാരറിലോട്ട് എടുത്ത് വെച്ചാൽ മതി. ഒറ്റടി ഉള്ളിട്ടില്ല. സെറ്റായി കണ്ടോ, ഇതുപോലെ മടക്കിയാലേ സെറ്റാവുള്ളൂ. പടുത രണ്ടും കയറ്റി വെച്ചു, സെറ്റായി. ഇതൊന്നും ഈ കയറ് കെട്ടാലൊന്നും അല്ല നിൽക്കുന്നത്, ഇതിലൂടെ ബെൽറ്റ് ഇട്ടേക്കുന്നുണ്ട്. ബെൽറ്റ് പണ്ട് ബെൽറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ. അന്നേരം കയറ് നല്ല കെട്ടി തന്നെയാണ്, പക്ഷെ ഇപ്പം ബെൽറ്റ് ഉള്ളതുകൊണ്ട് ആദ്യം ബാത്മേ ഇപ്പം വേണ്ട. അപ്പോൾ അന്നേരം കയറാൻ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ബെൽറ്റൊക്കെ ഉണ്ടായിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. എന്നാൽ ബെൽറ്റ് കുറച്ച് കഴിഞ്ഞാൽ പോരെ. അതങ്ങോട്ട് ചേർത്തിട്ടിട്ടായിരിക്കുന്നു. പെട്ടി തുറന്നിട്ടാണോ ബാക്കിലോട്ട് ആയിട്ട്? ഡോർ ഇങ്ങനെ തുറന്നിട്ട് അങ്ങോട്ട് ചേർത്ത് നിർത്താം. അപ്പം നമുക്ക് ആദ്യമേ അടുക്കളയിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലേക്ക് എടുക്കാം. ഗ്യാസും സ്റ്റൗവും ഒക്കെ അങ്ങോട്ട് വെച്ചോ. ഞാൻ വെച്ചങ്ങോട്ടെ, അല്ലാതെ എടുത്തോ ഗ്യാസ് എടുക്കും. പതുക്കെ പോളെ, ചേർന്നാ പോന്നേ. പോട്ടെ. പോട്ടെ നേരെയാക്ക്. ഗ്ലാസ് അവിടെ പോട്ടെ. ചെറു ലെഫ്റ്റ് ഗ്ലാസ് നിൽക്കേ. പോട്ടെ നേരെ പോട്ടെ. കുഴപ്പമില്ല, നേരെ പോട്ടെ. ചെറു നേരെ, ചെറു ലെഫ്റ്റ് ആക്കി. പോട്ടെ. പതുക്കെ പോണേ. പോട്ടെ. ഒരാളുണ്ട്. പോട്ടെ. അങ്ങനെ തന്നെ പോട്ടെ. രണ്ട് മൂന്ന് അടി കൂടെ പോകും. പോട്ടെ. പതുക്കെ മതിയോ? കുറച്ചുകൂടെ ചെല്ലുന്നു, ഒരു ഇത്ര. മതി. ഇതെല്ലാം ചുട്ടണം, ഇതെല്ലാം അങ്ങോട്ട് മാറ്റിയിടുവല്ലോ. ഈ ബെൽറ്റ് എല്ലാം പെറുക്കി നീക്കി വെച്ചോ. അതെ, കയ്യാള് അപ്പോൾ അതെ, നമ്മുടെ അൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവരെ പെട്ട് ചുമ്മാ മോളിൽ നിന്ന് എടുത്ത് താഴോട്ട് തള്ളുകയാണല്ലോ, എല്ലാം പൊട്ടിപ്പോയി, ആണിയൊക്കെ ലൂസായി പോകും. വണ്ടിയുടെ താക്കോലൊക്കെ അവർ മേടിച്ചുകൊണ്ട് പോയി. റോഡ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴേ വണ്ടി എടുത്തുകൊണ്ട് പോയാലോ. അതുകൊണ്ട് തന്നെയല്ല, എന്നാന്നറിയോ, ഫോർക്ക് ലിഫ്റ്റ് വന്നാൽ പുറകിൽ നിന്ന് ഇറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയോ വണ്ടി മുന്നോട്ട് ഉരുളുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് അവർ താക്കോല് മേടിച്ചേക്കുന്നത്. കമ്പനിയുടെ റൂൾ അനുസരിച്ച് താക്കോല് മേടിച്ചു വെക്കണമെന്നാണ് പറഞ്ഞത്. ഇനി ഇറക്കി കഴിയുമ്പോഴേ താക്കോല് തരുള്ളൂ. ഇറങ്ങിയോ, നമുക്ക് വല്ലതും കുക്ക് ചെയ്യാം. അവിടെ പിടിയോ. പതുക്കെ ബമ്പറെ ചവിട്ടിയിട്ട് താഴെയും കൂടെ പിടിച്ച് പതുക്കെ അങ്ങ് ചാടിക്കും. അത്രേ ഉള്ളൂ. കിളിയാണ് പഠിക്കേണ്ടത്. അവിടെ ഒന്നും കേൾക്കത്തില്ല ഇങ്ങനെ ചാടിക്കോളം പറയാം. കിളിയാണ് ഇങ്ങനെ ചാടി പഠിക്കേണ്ടത്. എന്നാന്നറിയോ, മുകളിലൊക്കെ പടുത കെട്ടാനും ഒക്കെ കയറണ്ട. അതറിയാം. അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് തന്നെ. ഞാൻ വേണേ കുക്ക് ചെയ്ത് തരാം. കിളിക്കുന്ന പീരിയഡ്സ് ആയി, അതുകൊണ്ട് കിളി രാവിലെ തൊട്ട് റെസ്റ്റ് ആയി. ഞാൻ രാവിലെ കണ്ണ് തുറന്നോളൂ, എനിക്ക് വൈകാം. നടുവിന് വേദന എടുത്തിട്ട് മനുഷ്യന് പൊട്ടുവാ. എന്നാ വേണേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ.
ഇറങ്ങണം. ഉറക്കമൊന്നും വരുന്നില്ല, ഞാൻ സഹായിക്കൂടാ. അല്ല, കഴിച്ചിട്ട് ഇറങ്ങാം. കഴിച്ചിട്ട് വേണേ കുറച്ച് നേരം. കിടക്കണമെന്നില്ല, പക്ഷെ ഒരു ഇത് വയ്യ, കുനിയാനും എണീക്കാനൊന്നും വയ്യ എനിക്ക്. അപ്പോഴേ കമ്പനിക്കകത്ത് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാവര ജംഗമ വസ്തുക്കളെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇവിടോട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ താൽക്കാലികമായിട്ട് അടുക്കള ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇന്ന് എന്താ കുക്ക് വെക്കുന്നത്? സമയം 11 മണി കഴിഞ്ഞ് 12 ആകാറായി, കാപ്പി പിടിച്ചില്ല. അപ്പോൾ തേങ്ങ ഉടച്ച് തുടങ്ങിയേക്കാം. അതെ, തേങ്ങ വെള്ളം കളയല്ലേ. വെള്ളം കളയല്ലേ. ഇത് ആ പാടെ ഒരു തടം തേങ്ങ വെള്ളം കാണും. അല്ല, കപ്പിനകത്ത് തന്നെ വയ്ക്കാം. അതേ പോന്ന് തുളുമ്പി തേങ്ങാ വെള്ളം. ആ ഉണ്ട് കേട്ടോ, 1/2 ഗ്ലാസ്. ഇതെനിക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. സാൾട്ട് മാംഗോ ട്രീയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവ്. അതെ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അതാ. അത് തന്നെയല്ല, കഞ്ഞി വെക്കായിരുന്നു. പക്ഷേ അരി അടുക്കളക്കകത്തായി പോയി. വണ്ടി അവിടെ ചേർത്തിട്ടുകൊണ്ട് ഇനിയിപ്പം അടുക്കള തുറക്കത്തില്ല. ഇതെങ്ങനെ ഇത് ഇങ്ങനെ വെച്ചാൽ അതിനകത്ത് ഈ കട്ടി വേണോന്ന് അതിൽ മുറിഞ്ഞ് കിട്ടുമോ, അരഞ്ഞ് കിട്ടുമോ? അല്ലെങ്കിൽ നമുക്ക് അത്രയും വലുതിട്ടാ നടക്കൊന്നുമില്ല. നോക്കാം, പരീക്ഷിച്ച് നോക്കാം, അപ്പം അറിയാലോ. നല്ല കുക്കിംഗ് പരീക്ഷണമാണ് ഇന്ന്. ഇല്ല, അതൊന്നും നടക്കില്ല. ഇത് നല്ല കട്ടിയുണ്ട്. നല്ല കട്ടിയാ. അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കണം. അല്ലെങ്കിൽ വേണ്ട, മിക്സിയിൽ അടിക്കണം. അല്ല, അരിഞ്ഞ് അതിനകത്തോടെ കിട്ടാൽ മതി. അരിഞ്ഞിടാ വെറുതെ സമയങ്ങൾ. മിക്സി ഇപ്പോൾ അടിക്കാൻ പറ്റില്ല, ഇറങ്ങത്തില്ല. ഇതുകൊണ്ട് ഇപ്പം ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് പോയി അരിഞ്ഞിടാം, ചെറുതായിട്ട് അരിഞ്ഞിടാം. അത് മതി, അത് നല്ല. അപ്പോൾ തേങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്. അല്ല, കനം കുറച്ച് അരിയണ്ടേ? എങ്ങനെ അതിൻ്റെ അരിഞ്ഞാൽ മതിയോ? ഇങ്ങനൊന്നല്ല, ഈ നടുക്കെന്ന് കീറിട്ട് അരിഞ്ഞാച്ചേ കാണിച്ചരാ. ഇത് ഓൾറെഡി ഇങ്ങനെ അരിഞ്ഞല്ലോ. ആ കിടന്നോട്ട് കുഴപ്പമില്ല. നമ്മളിത് പൂളുക കൈ പോവും. ഇല്ല, എൻ്റെ വിരലറ കാണുന്നില്ല. ഞാൻ അരിഞ്ഞോളാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സെറ്റാക്കുക. ഇങ്ങനെ ഇതിപ്പോൾ 2-1 കീഴലിലോ എന്നിട്ട് ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ കണ്ടോ, മനസ്സിലായി? ഇത്രയും ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. കണ്ടോ, ഈ വലുപ്പത്തിൽ വരണം. കണ്ടോ, എനിക്ക് തേങ്ങ അത്രയും കടിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എനിക്ക് തേങ്ങ കടിക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാണ്. പൊന്നോ, നമുക്ക് 2 പേർ കൂടെ കുക്ക് ചെയ്യാം. മുത്തിന് ക്യാമറ, മൂത്ത മോളെ ക്യാമറ ഓടിക്കുക, കൈമാറി. എന്നെ പറഞ്ഞു വിട്ടു, ഞാൻ കുക്കിങ് പരാജയമാണെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല. അങ്ങനെയല്ല, എനിക്ക് ഇതുപോലെ പോരാ. എനിക്ക് വീട്ടിലത്തെ പോലെയൊക്കെയാണ് ഞാൻ സമയം എടുത്ത് കുക്ക് ചെയ്ത് തരാം. ഇങ്ങനെ കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ, അസിസ്റ്റ് ചെയ്താൽ മതി, ബാക്കി അമ്മ ശരി. വേണ്ട, അമ്മയല്ലേ കുക്ക് ചെയ്യുന്നത്. അതാ പറഞ്ഞു, അരിഞ്ഞൊക്കെ വല്ലതും വെച്ചാൽ മതി. സവള പിടിച്ചു, വേറെ കത്തിയില്ലല്ലേ? അയ്യോ, കത്തി അതിനകത്ത് കിടപ്പുണ്ട് വണ്ടിക്കൽ. ഇത് അവിടെ അതിനകത്ത് കിടന്നാണല്ലോ. അവിടെ ക്യാബിനകത്ത് കിടപ്പുണ്ട് ഒരു കത്തി. ഡിഷില്ലേ ആ പാത്രമില്ല, അതിനകത്തൊരു കത്തി കിടപ്പുണ്ട്. എടുത്തുണ്ടോ? ഇവിടെ ഇത് നീ ഇറങ്ങിയാലേ ഇത് ഒരാൾ പൊക്കത്തിൽ ഞാൻ എടുത്തിട്ട്. അല്ല, ഇത് ആദ്യം എന്നറിയോ? അത് ഞാൻ ആദ്യം ഇടാം, എന്നാലും ഇത് വേഗത്തുള്ളൂ. എന്തില്ലാലും കുഴപ്പമില്ല. ഇന്നെങ്ങാനും ആവുമോ ഇത്? നിങ്ങൾ 2 പേരോടല്ലേ ഇതിപ്പോ ചെയ്യാന്ന് പറഞ്ഞേ, എന്നിട്ട് എന്ത് ബാക്കി റെഡി? അതേതല്ലേ, ഇപ്പൊ തന്നെ ആവും. അതൊക്കെ നമ്മളെ കയ്യാളവിടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അന്നേരത്തേനും ഞാൻ കയറി വരും. മെയിൻ കുക്ക് അന്നേരത്തേനും വരും. പെട്ടെന്നോട്ടെ. സവാളയും കൂടെ അരിഞ്ഞാൽ പോരാ, ഇനി പച്ചമുളകും കൂടെ അരിയണേ. പച്ചമുളക് കീറിയിട്ടാ പോരാ, അരിയണ്ടല്ലോ. അരിയണം കീറിയിട്ടാ പോരാ, അരിയണം. അപ്പോൾ ഉപ്പുമാവിനുള്ള സവോളയും ഇഞ്ചിയും തേങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് എന്തേ? കുറച്ച് മുന്നേ പച്ചമുളക് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇത് അതിനകത്തുണ്ട്, ആ കൊട്ടയ്ക്കകത്ത് പുറയിൽ. അതെനിക്കും അറിയാം. എടുത്തോ, ഞാനിവിടെ ഒരു പണിയില്ല. തൽക്കാലാശ്വാസം, ഒരു മുട്ട കഴിച്ച് തുടങ്ങാം. ആദ്യം മുട്ട പൊഴുതാൻ എന്നത് നന്നായി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ചട്ടി എടുത്ത് വെക്കാതെ അരിഞ്ഞെല്ലാം കഴിഞ്ഞു. ഞാൻ കുക്ക് ചെയ്യണോ? ഇത്ര ഞങ്ങളല്ലേ ചെയ്യാ, ഞങ്ങൾ തന്നെ ചെയ്തോളാം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം എണ്ണ വെച്ച് കൊടുക്കാം. ആദ്യമായിട്ടാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്? അല്ല, അല്ലേ? പണ്ട് എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്.
ഉപ്പുമാവ് അധികം താല്പര്യമുള്ള സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറില്ല. അത് പറ. വണ്ടി വരുമ്പോൾ മാത്രമേ ഉപ്പുമാവിന്റെ പരിപാടിയുള്ളൂ. അല്ലേ ഇപ്പഴല്ലേ ഇടുന്നേ? മുളക് പൊടി ഇട്ടോ? അത് ഇതാകില്ല. അതായി അത്രയൊക്കെ മതി. പറിച്ചിരുന്ന അതിന്റെ ഒന്നും ഇല്ല. ഇതൊക്കെ ഇപ്പൊ ഒന്നിച്ച് അങ്ങ് വയറ്റിലോട്ട് ഇല്ലുമ്പോ കറക്റ്റ് ആവും. ഇഞ്ചിയും സവളയും കൂടെ ഇട്. ഒന്നിച്ചാണോ ഇടുന്നത്? ഇട്ടോ, അതൊന്നും കുഴപ്പമില്ല ഇട്ടോ. അങ്ങനെ നോക്കണ്ട, ഇത് എങ്ങനെ ഇരിക്കുന്നു. നമ്മളല്ലേ കഴിക്കുന്നത്, എന്താ ഇത്ര പ്രശ്നം? തവി എടുത്തേ. ഉപ്പുമാവിന്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇടാൻ മറന്നുപോയോ? ഇല്ലല്ലോ അല്ലേ? ഇല്ലായിരിക്കും. മുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, സവോള ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. കറക്റ്റാ. നീ തേങ്ങാക്കൊത്തുണ്ട്? തേങ്ങാക്കൊത്ത് ഇട്ടോ അതിനകത്തോട്ട്. വേഗട്ടെ അല്ലേ കിടന്ന്. അല്ലാതെ തേങ്ങാക്കൊത്തല്ല, ഇത് ഉപ്പുമാവല്ല, അവിയലാണ്. അവിയൽ കുറച്ച് പച്ചക്കറിയുടെ കുറവേ ഉള്ളൂ. തേങ്ങ ശരിക്കും അത് ചിരണ്ടി ഇടണ്ടായിരുന്നു. നമ്മള് ചിരവയൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങള് ഇത്ര പൂളി തന്നെ അച്ചിട്ടത് അച്ഛക്ക് തേങ്ങ കൂടുതൽ കഴിക്കാനായിട്ട്. ഇത് ഞങ്ങള് ഇപ്പൊ കണ്ടുപിടിച്ച റെസിപ്പിയാ. അതെ, പുതിയതായിട്ട് ബീവണ്ടി വെച്ച് കണ്ടുപിടിച്ച. അതെ, ഒന്ന് വെയിൽ കളഞ്ഞ് വന്നായിരുന്നു, എന്തോ ഭാഗ്യത്തിന് വെയിൽ പോയി. തണുത്ത കാറ്റുണ്ട്. കാറ്റുണ്ട്. കാറ്റുള്ളപ്പോ ചൂടില്ല, വെയിൽ കഴിയുമ്പോ ഈ ഷീറ്റായിട്ട് ചൂടാ, ഭയങ്കര ചൂടാ. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് അത്രയും വേണമല്ലോ. അത് വേണം. അത്ര ഇടുന്നുണ്ടല്ലോ നമ്മള്. ഇതിന് തിളയ്ക്കണം. അപ്പൊ ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത് സ്പെഷ്യൽ ഉപ്പുമാവാണ്, അച്ചയുടെ റെസിപ്പി. അതെ, ഞാൻ അച്ചട പറഞ്ഞാൽ മതി. സ്പെഷ്യൽ. ഇനി ഇത് തിളയ്ക്കണം. നമുക്ക് തിളയ്ക്കുന്നതാണ് വരെ വെയിറ്റ് ചെയ്യാം. ഉപ്പിട്. തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാ അല്ല, ഇപ്പൊ ഇട്ടോ ഉപ്പ് പാകത്തിന് കേട്ടോ. ഉപ്പ് എത്ര വേണമെന്ന് അറിയാവോ? ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉപ്പ് നീരിന് കണക്കേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് ഇപ്പൊ കൈയിട്ടെടുത്തു. പൊടി ഇട്ടോ. ഇത്രയൊക്കെ വേണം. അതൊന്നും പോരാ, ഇട്ടോ. അത് പോരാ, ഇച്ചിരി ഇട്ടോ. ഉപ്പിന്റെ അളവൊന്നും എനിക്കറിയാൻ വയ്യ. ഞാനൊരു നാക്കിന് ഇടുന്നതാണ്. അത് തന്നെ, അങ്ങനെ തന്നെയാ. ഉപ്പ് ആവശ്യത്തിനെ അതൊന്നേ ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഏകദേശം അറിയാം. ഉപ്പുണ്ടോ? ഒരു ടേസ്റ്റ് ഒന്നുമില്ലെന്ന് പറയരുത്. കുറച്ചുകൂടി ഇടാം. എന്നാ കുറച്ചുകൂടെ ഒരു അര സ്പൂൺ കൂടെ ഇട്ടോ. എന്നാണേലും റവ ഇടുമ്പോ ബാലൻസ് ആവുമായിരിക്കും. ഇട്ടോ. ഉപ്പിന് ഉപ്പ് കുറവാന്ന്. പിങ്കും വൈറ്റും ഒക്കെ മിക്സ് ആയത്. അപ്പോൾ അതെ, വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ റവ ഇട്ട് കൊടുക്കുക. അത് ഇളക്കിക്കൊണ്ടിരിക്കണം. തവി എടുത്ത് റവ ഇടുന്ന കൂടെ ഇളക്കണം. ഈ കണ്ടിന്യൂസ് ഇളക്കി ഞാൻ റവ ഇടാം. വെള്ളം കൂടിപ്പോയോ? ഞാനടുത്ത് മൊത്തം ഇടാനായിരിക്കുമെന്ന്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. വൈകുന്നേരത്തേക്കും വേണ്ടേ? അത് കുറച്ചുകൂടി ഇടണം. ഞാൻ അതനുസരിച്ചാണ് വെള്ളം ഒഴിച്ചേ. എന്നാ പറയണ്ടായിരുന്നു അത്ര വേണം. ഇച്ചിരി ഇട്ടു. അത് പതുക്കെ ഇളക്കിയാൽ മതി. ഇച്ചിരി ഇടണോ? വേണ്ട. കുറച്ച് കുഴഞ്ഞിരുന്നോട്ടെ. എനിക്ക് കുഴഞ്ഞിരുന്നോട്ടെ, കുഴപ്പമില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളി ഉപ്പുമാവാ. നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡി. ഞങ്ങൾക്ക് നല്ല കഴിവ് തന്നെ. അതെ. ഞങ്ങളുടെ ഒരു കൈപ്പുണ്യം കഴിച്ചു നോക്കിയിട്ട് പറയാവേ. കൈപ്പുണ്യമൊക്കെ. കടുങ്കാപ്പി വേണോ ആർക്കെങ്കിലും? വേണ്ട. എനിക്ക് വരണം. പിന്നെ അമ്മ ഞെട്ടും. അച്ഛൻ കടുങ്കാപ്പി വെക്കും തന്നെ. പിന്നെ അമ്മ ഞെട്ടും. ഇതിനാണ് വണ്ടി കയറി വരുന്നത്. ഞാൻ നേരത്തെ ശരിയാണല്ലോ. വാട്ടർ ടാങ്കറാ. എൻ്റെ പുറകെ കണ്ടോ മോട്ടറൊക്കെ പിടിപ്പിച്ചിരുന്നത്. കാപ്പിപ്പൊടിയും ഇത് പഞ്ചസാര. അതെ, പഞ്ചസാര കാപ്പി. ഒരു സ്പൂണും കൂടെ വേണം. എന്താണല്ലോ മഴ പെയ്താണല്ലോ, ഷെഡുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇവിടെ ആയിരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാവേ, നമ്മൾ ഈ ബോംബെയിലൊക്കെ ലോഡിറക്കാൻ വരുന്നതിൽ ഏറ്റവും ഫസ്റ്റ് സ്ഥലമായത്. ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും അല്ല. കിട്ടില്ല. ഏറ്റവും നല്ല ഗോഡാണ്. ഏറ്റവും നല്ലതെന്ന് ഇപ്പം ഗോഡൗൺ ഷെഡുള്ളതുകൊണ്ട് മഴ പെയ്താലും പ്രശ്നമില്ല. നനയത്തില്ല, വണ്ടി നനയത്തില്ല. അല്ല, ഇപ്പം അടുതായി ഇട്ടുകൊണ്ട് നിൽക്കണം അവിടെ. പിന്നെ ഇവിടെ എല്ലാം ഈ ടൈലിട്ടിട്ടുള്ളതുകൊണ്ട് ചെളിയില്ല. അല്ലെങ്കിൽ മുട്ടറ്റം ചെളിയാ മഴക്കാലത്ത് എവിടെ ഇറക്കാൻ ചെന്നാൽ. കൊച്ചാ വിളിച്ചായിരുന്നു, അവർ ചെളിക്കകത്ത് വിളിച്ചാൽ ഇന്നലെ ഇറക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളും അങ്ങനെ. ഇതുപോലുള്ള സ്ഥലങ്ങൾ റെയറായിട്ടേ വരുള്ളൂ. ഇത് വലിയ കമ്പനി ആയതുകൊണ്ട്, ഇവിടെ കുറേ വെയർ ഹൗസ് ആയതുകൊണ്ട് പുതിയതായിട്ട് പണിതേക്കുന്ന, അതുകൊണ്ടെല്ലാം നല്ലതാണ്. വലിയ അഴുക്കൊന്നുമില്ല. ഈ ഭീവണ്ടി ഏരിയയിലൊക്കെ ഇന്ത്യയിൽ ഏറ്റവും വലിയ വെയർ ഹൗസുകളുള്ള ഏരിയ. അതെ, അത് ഒരുപാട് ഏരിയ ഉണ്ട്. കുറേ ഉണ്ട്.
അപ്പോൾ പിന്നെ ഇതെന്താ വെച്ചാൽ ഇത് പുതിയതായിട്ട് പണിതുകൊണ്ട് പിന്നെ ഈ ഏരിയ കുറച്ച് ഔട്ടർ ആയതുകൊണ്ടും കുഴപ്പമില്ല. ചില ടൗണിലൊക്കെ ഇറക്കാൻ ചെല്ലുന്നുണ്ടല്ലോ, ഒരു വണ്ടി കയറ്റി പിടിക്കാനുള്ള ഇടയെ കറക്റ്റ് കാണുന്നു. നമ്മൾ ഇന്നാൽ 4 വർഷം മുന്നേ കുർളയിലായിരിക്കും കൊണ്ട് തന്നെ പോയത്. കുർളയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. കൊണ്ട് ഇറക്കിയതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര പാടാണ് ഇറക്കാൻ. അതുപോലെ നോക്കി അവിടെ അന്ന് കറക്റ്റ് ഇടണ്ടായിട്ട് വേറൊരു വണ്ടി വന്നിട്ട് ഇതിന്റെ ഗ്ലാസ്സിലോട്ട് ഒരഞ്ഞാ പോയത്. ഇതുപോലെ കയറ്റി ഇടുന്നവരൊക്കെ നല്ലപോലെ നോക്കിയിട്ടില്ലെങ്കിൽ ടയറും പോവും, സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ പാടാ. അല്ല കപ്പിന്റെ അകത്ത് ഇട്ടിട്ടില്ലായിരുന്നു അതൊക്കെ കപ്പിനകത്ത് ഇട്ടത് എങ്ങനെ വേണേലും എടുക്കാം. ഇന്നാളെ ഞാൻ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഡയറക്റ്റ് ഇട്ടപ്പോ അതൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്, കറക്റ്റ് കപ്പിലിട്ടിട്ടായിരുന്നു ചെയ്യേണ്ടത്. ഇപ്പൊ എങ്ങനെ ഇതിങ്ങനായി? ആര് പറഞ്ഞു? ആ എന്നെ നാളെ കുറ്റം പറഞ്ഞ അച്ഛൻ ഞാനിങ്ങനെ എടുക്കും, അതൊന്നും കുഴപ്പമില്ല. ഞാനല്ല കുടിക്കണ്ടേ. എനിക്കിവിടെ കുടിക്കാനുള്ള പൊന്നൂനോടെ കുടിക്കാനുള്ള ഒരു വിഷയം ഇല്ല. ഇങ്ങനെ ചെയ്യുന്നത് നല്ല, എനിക്ക് ഇങ്ങനെ ഇടുന്നത്. ഹോട്ടലിൽ ചായ അടിച്ചോണ്ടിരുന്ന എന്നെയാണോ കടുങ്കാപ്പി എടുക്കാൻ പഠിപ്പിക്കുന്നത്? അയ്യോ ഞങ്ങളില്ലേ. അപ്പം കടുങ്കാപ്പി റെഡി. ഇപ്പോഴേ ഉപ്പുമാവും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിച്ചേക്കാം. പാത്രം എടുത്തോ, പാത്രം. അപ്പം ഉപ്പുമാവും ഉപ്പുമാവിനിപ്പോൾ ഇച്ചിരി വേറെ പഴമൊന്നുമില്ല, ഇച്ചിരി പഞ്ചസാര ഇടാം. നല്ല ഉപ്പുമാവ് കേട്ടോ, കാണുമ്പോൾ അറിയാം നല്ലതാണ്. നല്ല ഉപ്പുമാവ്, അതിനകത്ത് ഒരു സംശയമില്ല. എന്നാണേലും കഴിഞ്ഞ ദിവസം ആകാശേട്ടനും ഉപ്പുമാവ് ഉണ്ടാക്കി അതുപോലല്ലേ അതുപോലല്ലേ എന്നോട് നുറുക്കറിയോ? അത് മറ്റേ കഞ്ഞി വെക്കുന്നേ, അത് കുറച്ചുകൂടെ വേഗമായിരുന്നു. പക്ഷെ അത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാം. അതാ പണ്ട് ഈ അംഗൻവാടിയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. മതിയോ? ആ മതി. അല്ല പൊന്നിനെ എനിക്കൂടെ ഇതിലിട്ടാ മതി. എനിക്ക് കുറച്ച് മതി. ഉപ്പുമാവിന്റെ അഭിപ്രായം പറയണേ. സാധാ വീട്ടിലുണ്ടാക്കുന്ന ഉപ്പ് ഉപ്പ് കൂടുതലാ. കൂടിയോ? ഉപ്പ് കുറച്ച് കൂടുതലാ. ഉപ്പ് കൂടുതലാ, കുറച്ചുകൂടെ വേഗണമായിരുന്നു. അത് രണ്ടാമത് ഇടണ്ടായിരുന്നു അല്ലേ? കണ്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് കുക്കിങ്ങിൽ എക്സ്പീരിയൻസ് വരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കത്തില്ല, പക്ഷെ ഞാൻ പറയുന്നതാണ് കറക്റ്റ്. ഉപ്പ് കൂടിപ്പോയി. ഉപ്പ് കൂടി കുഴപ്പമില്ല, പഞ്ചസാര ഇട്ട് ബാലൻസ് ചെയ്യാം, അപ്പൊ ശരിയാവും. മഴ, കടുങ്കാപ്പി, ഉപ്പുമാവ്. അതെ, ഉപ്പുമാവ് പേരിനോട് നീതി പുലർത്തി നല്ല ഉപ്പുണ്ട്. നല്ല ഉപ്പുണ്ട്, അതാണ് ഉപ്പുമാവ് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി. മഴ കൂടി, നല്ല മഴയായി, അടിപൊളി മഴയാ. ഏതായാലും വണ്ടി അകത്ത് കയറ്റിയിട്ട് പടതായും അഴിച്ചു, ബെൽറ്റും എല്ലാം അഴിച്ചു കൊടുത്തു. ഇനിയും കിളിക്കൊരു പണിയിരിപ്പുണ്ട് കേട്ടോ. എന്താ? ആ ബെൽറ്റ് മൊത്തം ചുരുട്ടി വെക്കണം. കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പണി. എന്നാലും വൈകുന്നേരമായിട്ട് ഇത് ഇറക്കി തീരുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുക്കള അടച്ചു. അടുക്കള അവിടെ തന്നെ ഇരിക്കുക. ഈ വണ്ടി ഇറങ്ങിയാലേ ഇനി അടുക്കള എടുത്ത് വണ്ടിയിലോട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇതേ ഒന്നും ആയില്ല, പകുതി പോലും ആയില്ല. അയ്യോ, വൈകുന്നേരം ആവും. 5 മണിയാകുമ്പോൾ ഇവര് ഇറക്കി തീർക്കും. വീട്ടിൽ പോണല്ലോ അല്ലേ? ഇനി ഒരു പണി നടപ്പുണ്ട്, ബെൽറ്റ് മടക്കി വയ്ക്കണം. നിങ്ങൾക്ക് അവിടെ വാഷ്റൂമൊക്കെ നല്ല വാഷ്റൂം. കുളിക്കാൻ പോയേക്കാ. കുളിക്കാൻ പോയാ? കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടോ? അതാ അവിടെ നിന്ന് ആദ്യം പോകുന്നത്. എന്നോട് എല്ലാം ഇപ്പോൾ ഒതുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കുളിക്കാൻ പോകാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഉള്ളെന്ന് പറഞ്ഞു. അല്ല, ബെൽറ്റ് മടക്കണമായിരുന്നു. ഇനി കുളിച്ച് ഇനിയിപ്പോൾ നമ്മൾ മടക്കാം. പിന്നെ നമുക്ക് മടക്കാം. ഇന്ന് കിളിക്ക് റെസ്റ്റ് കൊടുത്തേക്കാം, പ്രത്യേക സാഹചര്യം പരിഗണിച്ച്. അതെ, കൺസിഡറേഷൻ കൊടുക്കണമല്ലോ നമ്മൾ. കുളിച്ചില്ല, കുളിക്കാനുള്ള സൗകര്യം ഇല്ല, പൈപ്പില്ല, ഷവറുമില്ല, പൈപ്പില്ല, വാഷ്റൂം മതിയല്ലോ. എന്നാ പിന്നെ വൈകുന്നേരം നമുക്ക് എവിടെയെങ്കിലും പോയി കുളിക്കാം. അതാ നല്ലത്. ഇവിടെ വയ്ക്കുമ്പോൾ എന്തായാലും അതേപോലെ വേർക്കും. പിന്നെ അതുമല്ല പണീനി ഈ ബെൽറ്റ് ചുരുട്ടി വെച്ചില്ല. ലഞ്ച് ബ്രേക്ക് ആയിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരു പണി തുടങ്ങി. അല്ല, അതവിടെ ഒന്ന് പെറുക്കി ഇവിടെ അടുക്കി വെക്കുക. അതെ, ലോഡിറക്കി പകുതിക്ക് മുകളിലായി കേട്ടോ. ചേർത്തിട്ടേക്ക് നോക്കായിരുന്നു. ഇങ്ങനെ കൊണ്ടാ നിർത്തേണ്ടത്. ആദ്യമായിട്ടല്ലേ ലോഡ് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടാ പിടിക്കുന്നത് അല്ലേ? അല്ലാണ്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ളിടത്തൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല. സാധാരണ ലോഡ് കയറ്റുമ്പോൾ മിക്കപ്പെടുത്തും ഓപ്പൺ ഏരിയയിലല്ലേ, അതുപോലെ ഗോഡൌണിൽ അധികം വന്ന് കയറ്റി. ഞാൻ പണ്ട് അന്ന് നമ്മള് ഗുജറാത്തിന് പോയപ്പോ ടൈൽ കമ്പനി വന്ന് പിന്നെ അധികം ഗോഡൌണിൽ അങ്ങനെ പോയിട്ടില്ല. അതുപോലത്തെ സാധനങ്ങളില്ലേ ബോക്സിനകത്ത് ഇരിക്കുന്നുണ്ടോ? ആ ബോക്സൊക്കെ ഇതിനകത്ത് പാക്ക് ചെയ്ത് വിടുന്നത്, കടിപ്പട്ടിക്കകത്ത്. പെട്ടി, അതുകൊണ്ട് ഒരു പെട്ടി ഇരിക്കുന്നത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. ഇത് പലക അടിച്ചു വെച്ചേക്കുന്നത്. അതിനുള്ള ഇതുണ്ട്, ഈ കാല. ഈ കാലിന്റെ ചുറ്റും 4 സൈഡും അടിച്ചു കഴിഞ്ഞാൽ പെട്ടിയായില്ലേ? 4 സൈഡല്ല, 4 സൈഡും അടിയിലും മുകളിലും.
അല്ല ആ കാല് വേണ്ട, ഇത് തന്നെ കൂട്ടി അടിച്ചാൽ മതി. അപ്പം അല്ലാതെ ഇത് പെട്ടി ആക്കിക്കൊണ്ട് വന്നാൽ കുറച്ചല്ലേ ലോഡ് കയറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് കൂട്ടി അടിച്ച് പെട്ടിയാക്കും. ഇതുണ്ടോ എത്ര കറക്റ്റാണ് കൊണ്ടിട്ടേക്കുന്നതെന്ന്. അതുപോലെ സൈഡ് പറഞ്ഞു തരണം. സൈഡ് പറയുന്ന ആൾ അതാ ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ ഇത് മാത്രമല്ല, സൈഡ് എന്ന് പറയുന്നവർ അതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ അടുത്ത് കറക്റ്റ് പറഞ്ഞാൽ ഇതുപോലെ കൊണ്ട് പിടിക്കാം. മിക്കയിടത്തും ഡ്രൈവർമാർ കൊണ്ട് പുറകുവശം എല്ലാം ഇടിച്ച് പറിച്ച് നമ്മുടെ തന്നെ വണ്ടിയുടെ ചില വണ്ടിയുടെ ബാക്ക് സൈഡ് കാണണം. അതെന്നാ വെച്ചാൽ കറക്റ്റ് ഒരാൾ നോക്കി പുറകെ നിന്ന് പറയണം. അവിടെ ഇരുന്ന് എങ്ങനെ വന്നെന്ന് പറഞ്ഞ ഗ്ലാസ്സിൽ കൂടെ ഈ പതുക്കെ ചേർക്കാൻ കുറച്ചെന്ന് പറയുമ്പോൾ അതനുസരിച്ച് എടുക്കുന്ന ആളെ എടുക്കും. അങ്ങനെ കൊണ്ടാ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോഴും ഇത്രയും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഫുൾ ഒടിച്ചെടുക്കരുത്. ഒടിച്ചെടുത്താൽ ഈ ബാക്ക് സൈഡ് അവിടെ തട്ടും. ചിലപ്പോൾ അതും പറിച്ചുകൊണ്ട് വരും. അപ്പം ഇവിടുന്ന് കുറച്ച് പതുക്കെ നേരെ എടുത്ത് ശകലിച്ച് ഇങ്ങോട്ട് വലത്തോട്ട് നീക്കാവുള്ളൂ. എടുക്കുന്ന നേരത്തും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈയിടെ നമ്മുടെ വണ്ടി ഒരിടത്ത് എറണാകുളത്ത് വന്ന് ലോഡ് ഇറക്കി. ഇതേപോലെ ഇറക്കിയിട്ട് 2 ഡ്രൈവർമാരുണ്ടായിരുന്നു. നോക്കാതെ ഒരൊറ്റ എടുപ്പെടുത്തു. അടുത്ത വീട്ടുകാരൻ്റെ മതിലും കൊണ്ട് പോയി, അതിലിടിഞ്ഞു പോയി. ആ അപ്പം അങ്ങനെയൊക്കെ ഈ ഇടകുളമുള്ളിടത്തേ വളരെ ശ്രദ്ധിച്ചെടുക്കണം. ബാക്കിലോട്ട് നീളം കിടക്കുമല്ലേ? ബാക്കി നീളമുണ്ട്. ഒറ്റ ഒടിക്ക് ഒടിഞ്ഞാൽ നല്ല ഒടി ഉള്ളതുകൊണ്ട് ഒടിയുമ്പോഴത്തേന് ഈ സൈഡ് അങ്ങോട്ട് പോകും, അങ്ങോട്ട് തള്ളും. അപ്പോൾ അവിടെ എന്തെങ്കിലും നിൽപ്പുണ്ട് അതേ കയറി ഉടക്കും. അപ്പോൾ ഈ രസകരമായ കുറേ ലോറി കഥകളുണ്ട്. അപ്പം ഞാൻ തന്നെ പറഞ്ഞ എല്ലാം ഞാൻ എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നോ ഇതിന് മുന്നേ നടന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ കഥകളുണ്ട്. രായേഷും കൂടെ വരുന്ന ഒരു ട്രിപ്പിന് നമുക്ക് ആ കഥകളൊക്കെ പറയാം. കണ്ടോ ഈ മോട്ടറൊക്കെ കണ്ടോ? ഇതൊക്കെ ഇതുപോലെ പാക്ക് ചെയ്ത് വിടാനുള്ളതാണ് ഈ പെട്ടിയിൽ, ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ മോട്ടറുകളും അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഈ ബോക്സിനകത്ത് പാക്ക് ചെയ്യുക. ബെൽറ്റ് ചുറ്റി എടുത്തോ? എങ്ങനെയൊക്കെയോ ഫിഗർ ഔട്ട് ചെയ്തു. അത് അച്ഛൻ പോയി അങ്ങോട്ടൊരു പണിക്ക് പോയി, ഫോൺ വിളിക്കാനൊക്കെ ആയിട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരുണ്ട്, അതുകൊണ്ട് ബെൽറ്റ് ചുറ്റി ശരിയാക്കി എടുക്കുക. നേരെ ഞാനേ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. അതിൻ്റെ ഒരു തുമ്പ് കൊണ്ട് വണ്ടിയുടെ സൈഡിലോട്ട് കൊളുത്തുക, എന്നിട്ട് ഇവിടുന്ന് അങ്ങ് ചുറ്റുക. ഇപ്പം എളുപ്പമുണ്ടാവും. ഒരാൾ കാര്യമായിട്ട് ബെൽറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് തിരിച്ച് ലോഡ് കയറ്റാൻ നേരത്തെ ചിലപ്പോൾ ഇത് ഇടണം കേട്ടോ. അത് നമുക്ക് അപ്പം സെറ്റാക്കാം. കണ്ടോ കൊളുത്തി ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചുറ്റിക്കഴിയാറായി. ഇനി ഇങ്ങനെ 2-3 ബെൽറ്റ് കൂടെ കിടപ്പുണ്ട്, എല്ലാം ചെയ്തോളൂ. ഓക്കെ അസിസ്റ്റ് ചെയ്യണോ? അതൊന്ന് കെട്ടയക്കാനൊരു അസിസ്റ്റന്റ് വേണം. ഇതാ കൊളുത്തില്ലേ, ഇതേന്ന് കൊളുത്തി എടുക്കായിരുന്നു. അല്ല ചുറ്റിയെടുത്താൽ ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയാലും മതിയായിരുന്നു. കുഴപ്പമില്ല, ഞാൻ അത്രയും ചുറ്റി ഇങ്ങനെ വെച്ചു. ഇതുണ്ടോ അടുക്കി വെച്ചേക്കുന്നുണ്ടോ? അതും കുഴപ്പമില്ല, കൊള്ളാം കേട്ടോ. മേടിക്കേ ഇന്ന് 100 രൂപ തരാം അല്ലേ? 100 രൂപ തരാം. അല്ല ജോലി 10 രൂപ 500 വെച്ച്. 500 ഇതിന് വിലയില്ല അത്രയും. ഞാൻ കുറച്ച് പ്രായം കൂടിയ കിളിയാ, ഇത് ഒരെണ്ണത്തിന് അത്രയും വിലയില്ല. അത് തന്നെ. ഈ ബെൽറ്റ് എവിടുന്ന് വന്ന സാധനമാണെന്നറിയാമോ? ഈ ബെൽറ്റ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുതന്ന സാധനമാണ്. പുള്ളിക്ക് ട്രെയിലർ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പം വണ്ടി പരിപാടി നിർത്തി കഴിഞ്ഞപ്പം മേടിച്ച് വെച്ചിരുന്ന കുറേ ബെൽറ്റ്, പുതിയ ബെൽറ്റായിരുന്നു ഉപയോഗിക്കാത്ത. അത് വന്നപ്പം നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുതന്ന സാധനമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ബെൽറ്റായത്. അല്ലെങ്കിൽ ഇവിടെ ഉള്ള നമ്മുടെ ആ ഓറഞ്ച് കളറാണ് കൂടുതലും, ഈ കളറില്ല, നീലയില്ല. ഉണ്ടായിരുന്നേ. അപ്പം അന്നേരം ഇത് നമ്മുടെ വണ്ടിയെ വെച്ചാ ഇതേ കിടന്നെടുത്ത് മറ്റേ വണ്ടി വെച്ചു. പുള്ളി വന്നിട്ട് നാട്ടിൽ വന്നേച്ച് അത് കഴിഞ്ഞ് ഏറ്റുമാൻ്റെ കൂടെ വന്നപ്പം കാറെ കൊണ്ടുവന്ന് നമ്മുടെ ഓഫീസിൽ കൊണ്ട് തന്നാ. ലോഡൊക്കെ ഇറക്കി തീരാറായി. അപ്പം വണ്ടി ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടാലേ ഈ ബെൽറ്റെല്ലാം എടുത്ത് ബോക്സ് വെക്കാൻ പറ്റുള്ളൂ. ബോക്സ് ആ സൈഡിലല്ലേ, തുറക്കത്തില്ല. ഇന്ന് ലോഡ് ഉണ്ടായിരുന്നു, എറണാകുളം തിരുവനന്തപുരമായിട്ട് ഒരു ലോഡ് ഉണ്ടായിരുന്നു. ഈ വീവണ്ടിയിൽ നിന്ന് കയറ്റിയാൽ മതിയായിരുന്നു. ഇവര് വണ്ടി പൊളിക്കൂ. എടുത്ത് അവിടെ ഇടുന്ന. അപ്പം അത് ഇന്ന് പിന്നെ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് കണ്ടതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞു ലോഡ്. അത് പിന്നെ നമ്മുടെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി കയറ്റാൻ പറ്റും. അപ്പം ഇനിയിപ്പം നമുക്ക് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോവാം. എനിക്ക് ഒരു സ്ഥലമൊക്കെ പോകാനുണ്ട്. അതെ, അതൊരു കാര്യം ഞാൻ വേറെ കാര്യം ചെയ്യാം. നമുക്ക് നാളെ പോയിട്ട് നാളെ പിന്നെ ബോംബെ ഇറങ്ങാൻ പോകാം. നോക്കാം, സൗകര്യം പോലെ. അപ്പോൾ നമ്മുടെ വണ്ടി കാലിയായി, പണിക്കാരൊക്കെ പോയി. ഇനിയിപ്പം വണ്ടി വെളിയിലോട്ട് ഇറക്കിയിട്ട് ഇതിന് പ്ലാറ്റ്ഫോം ഒന്ന് തുടച്ചു വിടണം, എന്നിട്ട് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കണം.
വലത്തോട്ട് ചെറുതായിട്ട് ചേർക്കാവുള്ളേ. പോട്ടെ. സൈഡിലോട്ട് വെച്ചു. ഞാൻ പോയി ബാക്കി സാധനം എടുത്തിട്ട് വരാം. കിളിക്ക് റെസ്റ്റ് കൊടുത്തായിരുന്നു ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ പെറുക്കി നോക്കിയല്ലായിരുന്നോ? അത് അഴിഞ്ഞു പോകരുത്. ഇല്ലില്ല, അതിങ്ങനെ മടക്കി ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കൊളുത്തി വെച്ച. അതൊക്കെ ഞങ്ങൾ നോക്കിയും കണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മതി, ഒത്തിരി തള്ളണ്ട. കുറെ തള്ളിയിട്ടാന്ന് തോന്നുന്നു. അത്ര തള്ളിയാൽ അത് ലോക്ക് വീഴുകയല്ല. അതൊരു ശരിയാ, മയത്തിൽ തൊട്ടപ്പോഴേ ലോക്കായി. കട്ട. ഇനി നമുക്ക് അടുക്കള തുറന്ന് അടുക്കള പിന്നെ തിരിച്ച് പണിത് വെക്കാം. അടുക്കളക്കകത്ത സാധനങ്ങളെല്ലാം വെളിയിൽ, അതെല്ലാം എടുത്ത് വെക്കാം. മഴയെല്ലാം പോയി, നല്ല തെളിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അവിടെ മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യുമായിരിക്കും. ഒറ്റയടിക്ക് തന്നെ പിന്നെയും മഴ പെയ്യും. മഴ ഇനി പെയ്യുമായിരിക്കും. മഴ തുടങ്ങിയതുള്ളൂ ഇവിടെ. നമ്മൾ മഴയും കൊണ്ടാണ് വന്നത്. നാട്ടിൽ നമ്മൾ നിന്നപ്പോൾ മഴയില്ലായിരുന്നു. നമ്മൾ പോന്നു കഴിഞ്ഞപ്പോൾ മഴ പെയ്യുകയും ചെയ്തു. വീട്ടിൽ നിന്നപ്പോൾ 4 ദിവസം മഴ പെയ്യട്ടെ ആലോചിച്ചിട്ട് മഴയും പെയ്തില്ല. ഇപ്പോഴേ വണ്ടി ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടേ, തൂക്കാം. ഇങ്ങോട്ടിട. നമുക്ക് അതെ പൊടിയെല്ലാം കൂടി ഇങ്ങോട്ട് തൂത്തിടാം. പോട്ടെ. അതിലേ കയറാൻ പോണോ? കയറിക്കോ. അതുകൊണ്ട് തൂക്കാൻ പാടാ. ചെറുതായിട്ട് ഈ തൂത്ത് വന്നാൽ ഇങ്ങോട്ടോ. ഇതുണ്ടോ, കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന ഒരാളാ. ഇവിടെ ഭാഷ അറിയാതെ വിഷമിക്കുമല്ലോ പുള്ളി. ഇവിടെ ഇറക്കി വിടാം അല്ലേ? ആ ചെറിയ ബ്രഷ് കൊണ്ട് നമ്മൾ തൂത്ത് ക്ലീനാക്കി. കിളി കുറച്ച് തൂക്കാനൊക്കെ കൂടി. എന്നിട്ട് പിന്നെ കിളി അങ്ങോട്ട് പോയി. വേറെ കുറച്ച് പണിയുണ്ട്. അതിന് വേണ്ടി ക്യാബിനൊന്ന് ഒതുക്കാനൊക്കെ ആയിട്ട് കിളി അങ്ങ് പോയി. പ്ലാറ്റ്ഫോമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നേരെ നമുക്ക് ഇവിടോട്ട് ഒതുക്കിടാം. അപ്പോഴേ നമ്മൾ ഇനിയിപ്പം 2 ദിവസം കറങ്ങാൻ പോയല്ലേ ബോംബെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ അടച്ചിട്ട് വരാം. 2 പേര് വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പം വീടൊക്കെ പൂട്ടി പോയേക്കാം. ഇനിയിപ്പോൾ 2 ദിവസം ബെൻസിച്ചറിൻ്റെ കൂടെ. ഈ ബോംബെയിൽ കള്ളന്മാരില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വണ്ടിയുടെ വലിയ പാടാണ്. ഇവിടെ ഇപ്പോൾ ഈ വെയർ ഹൗസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് വണ്ടി ഇവിടെ തന്നെ ഇട്ടത്. വേറെ എവിടെ കൊണ്ടിട്ടാലും ഡീസൽ പോവും, പടുത പോവും, ബാറ്ററി പോവും, സ്റ്റെപ്പിന് പോവും. ഏതാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം വണ്ടി തന്നെ പോവും. ബോംബെയിലേക്ക് വെള്ളം പോകുന്ന പൈപ്പാണ് ഇത്. അതിൻ്റെ വലിപ്പം കണ്ടോ? അപ്പോൾ ഇത് ബെൻസി ചേട്ടൻ. ഇന്നാളെ ഞങ്ങൾ ബോംബെക്ക് വന്നപ്പോൾ ഞാനും ഞങ്ങൾ വന്നപ്പോൾ അവിടെ ആയിരുന്നു നിന്നേ. നാളത്തെ ഞങ്ങൾ വന്നപ്പം പിന്നെ ബോംബെക്കൊക്കെ പോയ വീഡിയോയിലും ഉണ്ട്. അല്ലേ? കണ്ടോ, നല്ല ബ്ലോക്കാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് തന്നെ 1/4 മണിക്കൂറായി. 1 മണിക്കൂറായി. ആകെപ്പാടെ 35 കിലോമീറ്ററേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് 10 കിലോമീറ്ററേ വന്നുള്ളൂ. ഭയങ്കര ട്രാഫിക്കാണ്. മഴയൊക്കെ പെയ്ത് മൊത്തം കോട മൂടിയല്ലോ. കണ്ടോ നമ്മുടെ ലോക്കൽ ട്രെയിൻ പോകുന്നു. നല്ല തകർപ്പൻ മഴയാണല്ലോ. ഇന്നാ തുടങ്ങിയത് ഇത്ര ശക്തമായിട്ട്. അത് ഞങ്ങൾ മഴയും കൊണ്ടായി പോകുന്നത്. റോഡ് പോലെ വെള്ളം ഒഴുകുന്നത്. ഏതൊക്കെയായാലും മഴയില്ലെന്നുള്ള പരാതി ഞങ്ങൾ തീർത്തു. അപ്പോൾ അതെ, 35 കിലോമീറ്റർ 3.5 മണിക്കൂർ കൊണ്ട് ഓടി നമ്മൾ ബെൻസിച്ചറിൻ്റെ വീട്ടിലെത്തി. 10,000 കിലോമീറ്റർ ഓടിച്ചു വന്നപ്പോൾ ഇത്രയും അടുത്തില്ല. എന്നാൽ പിന്നെ ഇപ്പം നമുക്ക് ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങിയേക്കാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.